നമസ്കാരം. ഇറാനെ തകർക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെ ഇറങ്ങിയവരെ തച്ചുടയ്ക്കുന്ന നിലപാടെടുത്തിരിക്കുകയാണ് ഇറാൻ. തങ്ങളുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കാനോ രഹസ്യം ചോർത്തി നൽകാനോ ആര് പദ്ധതിയിട്ടാലും അത് നടക്കാൻ പോകുന്നില്ല എന്ന കാര്യം കൃത്യമായി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ. നിലവിൽ ഇറാനും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും തമ്മിൽ ആണവ പരിശോധനയെ ചൊല്ലിയുള്ള വാക്പോരുകൾ രൂക്ഷമാവുകയാണ്. ഇറാന്റെ ആണവ നിലയങ്ങളിൽ കർശന പരിശോധന നടത്തുമെന്ന അധ്യക്ഷൻ റാഫേൽ മരിയാനോ ഗ്രോസിയുടെ പ്രസ്താവനയാണ് ഇറാന്റെ കടുത്ത അതൃപ്തിക്ക് കാരണമായത്. ആണവ പരിശോധനകളുടെ മറവിൽ ഇസ്രായേലിന് രാജ്യത്തിന്റെ സുരക്ഷാ രഹസ്യങ്ങൾ ചോർത്തി നൽകാൻ അനുവദിക്കില്ല എന്നാണ് ഇറാന്റെ ഔദ്യോഗിക സർക്കാർ മാധ്യമം വ്യക്തമാക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനും തമ്മിൽ അടുത്തിടെ ഒരു താൽക്കാലിക സമാധാന കരാറിൽ ഒപ്പുവച്ചിരുന്നു. 60 ദിവസത്തെ ഈ താൽക്കാലിക ഉടമ്പടി അനുസരിച്ച് ഇറാന്റെ ആണവ സാമഗ്രികൾ അന്താരാഷ്ട്ര ആണവ ഊർജ ഏജൻസിയുടെ നിരീക്ഷണത്തിലായിരിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഡൊണാൾഡ് ട്രംപും ഇറാൻ സമ്പൂർണ്ണ ആണവ പരിശോധനയ്ക്ക് സമ്മതിച്ചതായി അവകാശവാദം ഉന്നയിക്കുകയാണ്. ഇറാൻ തങ്ങളുടെ ആണവ നിലയങ്ങളിൽ അന്താരാഷ്ട്ര പരിശോധനകൾക്ക് സമ്മതിച്ചിട്ടുണ്ട് എന്നായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയുമായുള്ള സഹകരണം നിലവിലുള്ള ചട്ടങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും വിധേയമായി മാത്രമേ തുടരുകയുള്ളൂ എന്നാണ് ടെഹ്റാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് പുതിയ അവകാശവാദം ഉന്നയിച്ചത്. ആണവ പരിശോധനകൾക്ക് ഇറാൻ പൂർണ്ണമായും സമ്മതിച്ചിട്ടുണ്ട് എന്നും ഇത് ആണവരംഗത്തെ സുതാര്യത ഉറപ്പാക്കുമെന്നും അവർ തയ്യാറായിരുന്നില്ലെങ്കിൽ കൂടുതൽ ചർച്ചകൾ മുന്നോട്ട് പോകുമായിരുന്നു എന്നുമാണ് ട്രംപ് കുറിച്ചത്. എന്തായാലും കഴിഞ്ഞ വാരത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ സ്വിറ്റ്സർലൻഡിൽ ആരംഭിച്ച അമേരിക്ക ഇറാൻ ചർച്ചകളെ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും മുന്നോട്ട് വെക്കുന്ന വ്യത്യസ്ത അവകാശവാദങ്ങളുടെ തുടർച്ചയായിരുന്നു പുതിയ വിവാദം. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഇൻസ്പെക്ടർമാർക്ക് രാജ്യത്തേക്ക് പ്രവേശനം അനുവദിക്കാൻ ഇറാൻ തയ്യാറായതോടെ ചർച്ചകളിൽ നിർണായക പുരോഗതി കൈവരിച്ചതായാണ് US വൈസ് പ്രസിഡന്റ് JD വാൻസും നേരത്തെ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്കകം പ്രതികരിച്ച ടെഹ്റാൻ IAEAയുമായുള്ള സഹകരണം നിലവിലുള്ള നിയമപരവും സാങ്കേതികവുമായ ചട്ടക്കൂടിനുള്ളിൽ മാത്രമേ തുടരാൻ സാധിക്കുള്ളൂ എന്ന് വ്യക്തമാക്കി. ട്രംപ് അവകാശവാദം ഉന്നയിക്കപ്പെടുന്നത് പോലുള്ള പുതിയ ധാരണകളൊന്നും തന്നെ നിലവിലില്ല എന്നുള്ള സൂചനകളാണ് ഇറാന്റെ പ്രതികരണത്തിൽ നിന്നും ഉണ്ടാകുന്നത്.